അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണല്ലോ. സ്ക്രീൻ വിത്ത് ഹോം ഗ്രീനറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കൊച്ചു പൂന്തോട്ടത്തിലൂടെയുള്ള യാത്രയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും പൂന്തോട്ടം ഒരുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വീട്ടിൻ്റെ മുറ്റത്തോ ബാൽക്കണിയിലോ ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ടെങ്കിൽ അത് നമുക്ക് തരുന്ന ഒരു ചെറിയൊരു ആശ്വാസമല്ലേ. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന റോസാപ്പൂക്കളും മറ്റും ബോഗൺവില്ല ചെടികളെയും പരിചയപ്പെടാം. നമ്മുടെ പൂന്തോട്ടത്തിന് ഏറ്റവും കൂടുതൽ നിറം നൽകുന്ന ചെടികളാണ് ബോഗൺവില്ല. വെള്ള, ചുവപ്പ്, പിങ്ക്, മഞ്ഞ എന്നിങ്ങനെ എത്ര നിറങ്ങളിലാണ് ഇവ വിരിഞ്ഞു നിൽക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വീടിൻ്റെ മുൻഭാഗം അലങ്കരിക്കാൻ ഇതിലും നല്ലൊരു ചെടി വേറെയില്ല. പിന്നെ ബോഗൺവില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് നല്ല ഒരു വെയിൽ വേണമെന്നതാണ്. എത്രത്തോളം വെയിൽ കിട്ടുന്നുവോ അത്രത്തോളം കൂടുതൽ പൂക്കൾ ഇതിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് ഇത് ഏറ്റവും അനുയോജ്യമാണ്. ഓൺലൈൻ വഴി വാങ്ങിയ 3 ലെയർ പ്ലാന്റ് സ്റ്റാൻഡ് നമ്മുടെ ചെടികളെ ഭംഗിയായി അടുക്കി വയ്ക്കാൻ സഹായിക്കും. വീടിൻ്റെ ഭംഗി കൂട്ടാൻ ചെടികൾ മാത്രം പോരാ, അവ നട്ടിരിക്കുന്ന ചട്ടികളും പ്രധാനമാണ്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് വ്യത്യസ്ത നിറങ്ങളിലുള്ള പ്ലാസ്റ്റിക് ഇൻഡോർ പ്ലാന്റ് ചട്ടികളാണ്. ഇളം നിറത്തിലുള്ള ഭിത്തികളാണെങ്കിൽ ബ്രൈറ്റ് കളർ ചട്ടികൾ മഞ്ഞ, നീല, പിങ്ക് നല്ലൊരു ലുക്ക് നൽകും. കുറച്ച് കളർഫുൾ ഹാങ്ങിങ് പോട്ട്സുകളും ഉണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരേപോലെയുള്ള ചട്ടികൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഇതുപോലെ പല നിറങ്ങളിലുള്ള ചട്ടികൾ ഉപയോഗിക്കുന്നത് വീടിനുള്ളിൽ നല്ലൊരു ലുക്ക് നൽകും. പ്രത്യേകിച്ച് ഈ മഞ്ഞയും പിങ്കും ചട്ടികൾ ഇൻഡോർ പ്ലാന്റിനൊപ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇൻഡോർ പ്ലാന്റ്സിന് സാധാരണമായി പ്ലാസ്റ്റിക്, സെറാമിക് അല്ലെങ്കിൽ ടെറാക്കോട്ട ചട്ടികളാണ് ഉപയോഗിക്കുന്നത്. ഭാരം കുറവായതുകൊണ്ട് പ്ലാസ്റ്റിക് ചട്ടികൾ നമുക്ക് എളുപ്പത്തിൽ മാറ്റിവെക്കാം. സെറാമിക് ചട്ടികൾ വീടിനുള്ളിൽ കൂടുതൽ ലക്ഷറി ലുക്ക് നൽകും. ഞാൻ ഫ്ലിപ്കാർട്ട് വഴിയും ഒരു 5 പോട്ട്സും കൂടെ മേടിച്ചായിരുന്നു. ഇൻഡോർ ചട്ടികൾ പുറത്ത് പൊടി പിടിക്കാൻ സാധ്യതയുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുന്നത് അവയുടെ തിളക്കവും നിലനിർത്താൻ സഹായിക്കും. പറഞ്ഞതുപോലെ കളർ പെബിൾസും ചട്ടിയുടെ മുകളിൽ വിരിക്കുന്നത് ഇൻഡോർ ഗാർഡനിൽ കൂടുതൽ ഭംഗി നൽകും. 2 നിറത്തിലുള്ള സാമന്തി, 3 വ്യത്യസ്ത നിറങ്ങളുള്ള ഡയാന്തസ്, റോസ്, ജാസ്മിൻ, അഗ്ലോണിമ, സിങ്കോണിയം എന്നിവയാണ് ഞാനിവിടെ മേടിച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.